ട്രീ കിച്ചണിലെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ സാധിക്കുന്ന സ്വാദിഷ്ടവും സോഫ്റ്റുമായ വെറൈറ്റി ഒരു ദോശയാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ദോശ തയ്യാറാക്കാനായി 2 കപ്പ് ഗോതമ്പ് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, ചിരകിയ തേങ്ങ, പച്ചമുളക്, കറിവേപ്പില, സവാള ഇത്രയും എടുത്തിട്ടുണ്ട്. ഇവ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. മാവിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യമായ വെള്ളമൊഴിച്ച് ദോശമാവ് പരുവത്തിൽ കലക്കിയെടുക്കാം. ഇതാ ഇവിടെ ദോശയ്ക്ക് ആവശ്യമായ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ദോശ തയ്യാറാക്കിയെടുക്കാം. അതിനായി പാൻ അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം ഇതിലേക്ക് എണ്ണ തേച്ച് കൊടുക്കാം. ഇവിടെ നല്ലെണ്ണയാണ് തേച്ച് കൊടുക്കുന്നത്. അതിലേക്ക് തയ്യാറാക്കി വെച്ച മാവ് ചേർത്ത് നന്നായി പരത്തിയെടുക്കുക. മുകൾ വശം വെന്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോഴേക്കും നല്ല മണവും രുചിയും ലഭിക്കും. നെയ്യുടെ രുചി ഇഷ്ടമില്ലാത്തവർക്ക് നല്ലെണ്ണയോ എണ്ണയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവ ചേർത്ത് കൊടുത്ത ശേഷം ഇതിനെ മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചും ഇതിനെ വേവിച്ചെടുക്കാം. ഇതുപോലെ എല്ലാ ദോശയും തയ്യാറാക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ സാധിക്കും. രുചികരമായ ഒരു ദോശയാണിത്. എല്ലാവരും ഇതൊരു പ്രാവശ്യം തയ്യാറാക്കി നോക്കുക. മറ്റ് കറിയോ ഒന്നും തന്നെ ആവശ്യമില്ല. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും 4 മണി പലഹാരമായും കൊടുക്കാൻ സാധിക്കും. ഡിന്നറായും ഇത് കഴിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ട് താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. ഓൾ എന്ന ഓപ്ഷൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അടുത്ത വെറൈറ്റി വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.